ഇപ്പം ഞാൻ നിൽക്കുന്നത് മൂന്നാറാണ്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഞാനിങ്ങോട്ട് വന്നത് ഇവിടെ മൂന്നാർ പുതുതായിട്ടൊരു സൈറ്റ് സീയിങ് ബസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. അത് മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ട്രിപ്പായിട്ടാണ് പോകുന്നത്. രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12:30ക്കും വൈകുന്നേരം 4 മണിക്കും. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രിപ്പ് ഉച്ചയ്ക്ക് 12:30ക്കുള്ള ട്രിപ്പിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. 200 രൂപ, 400 രൂപ. താഴത്തെ നിലയിൽ 200 രൂപയും മുകളിലത്തെ നിലയിൽ 400 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞാൻ താഴത്തെ നിലയിലാണ് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നില നോക്കിയപ്പോഴേ കിട്ടിയില്ല. ഇവിടെ നേരിട്ട് വന്നിട്ടും ബുക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ഓൺലൈൻ വഴിയാണ് ചെയ്തത്. ഓൺലൈൻ KSRTC-Swift.com എന്ന സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ആ സൈറ്റിലേക്ക് കയറിയിട്ട് മൂന്നാർ റോയൽ ഡബിൾ ഡെക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. നമ്മുടെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ്. പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷനിലേക്ക് പോകും, ഗൂഗിൾ പേ, ഫോൺ പേ അതേപോലുള്ള ട്രാൻസാക്ഷനിലേക്ക് പോകും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതിന് ശേഷം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഫസ്റ്റ് ട്രിപ്പ് പോയിട്ട് ബസ് ഇതേവരെ വന്നിട്ടില്ല. രാവിലത്തെ 9 മണിക്കുള്ള ട്രിപ്പിന് ബസ് പോയിരിക്കുവാണ്. ആ ബസ് പോയിട്ട് തിരികെ വരണം. എന്നിട്ട് ആ ബസ്സിലാണ് നമുക്ക് അടുത്ത ട്രിപ്പ് പോകേണ്ടത്. എന്തായാലും ബസ് വരട്ടെ, നമുക്ക് ബസ്സിൽ കയറി യാത്ര തുടങ്ങാം. ഇതെവിടെയായിട്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സും എക്സ്പ്രസ് ബസ്സെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇതെവിടെ തമിഴ്നാടിൻ്റെ ഒരു ബസ്സും ഉണ്ട്. അങ്ങനെ ഞാൻ ഈ പച്ച ബസ്സിൻ്റെ വലിയ ഫാനായിരുന്നു കേട്ടോ. എക്സ്പ്രസ് ബസ് ഇതിൽ യാത്ര ചെയ്യാൻ അടിപൊളിയാണ്. ഇപ്പോഴിത് റയറായിട്ടേ കാണുന്നുള്ളൂ. സാധാരണ ഇത് എപ്പോഴും റോഡിലൂടെയൊക്കെ പോകുന്നത് കാണുമായിരുന്നു. പക്ഷേ ഇപ്പോഴ് സുൽത്താൻ ബത്തേരി, മൂന്നാർ അതേപോലെയുള്ള റൂട്ടിലേക്കാണ് ഇപ്പോഴിത് സാധാരണയായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബസ്. ഇവിടെ എല്ലാമായിട്ട് ഡോർമെട്രി സംവിധാനമുള്ള ബസ്സുകളാണ് ഈ കാണുന്ന ബ്ലൂ കളർ ബസ്സുകൾ. ഇതിൽ തങ്ങാനുള്ള സംവിധാനമുണ്ട്. 220 രൂപയാണ് ഒരു ബെഡിന്. വൈകുന്നേരം 5 മണി മുതൽ പിറ്റേന്ന് രാവിലെ 10 മണി വരെയാണ് സമയം. നമ്മൾ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. നോക്കേ, വലിയൊരു മല നിറയെ തേയിലത്തോട്ടം, ഏക്കർ കണക്കിനുണ്ട്. നോക്കേ, ഇഷ്ടം പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട KSRTC ബസ് സ്റ്റാൻഡുകളിൽ ഒന്ന് മൂന്നാർ, പിന്നെ കൊല്ലം, ആലപ്പുഴ. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. കൊല്ലത്താണെന്നുണ്ടെങ്കിൽ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ അഷ്ടമുടിക്കായലാണ്. ആലപ്പുഴയുടെ മുന്നിലൂടെയും ഒരു നദി കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ ഈ നിൽക്കുന്ന മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലായിട്ടും അടിപൊളി ഒരു തേയിലത്തോട്ടമുണ്ട്. ഞാൻ ഈ പറഞ്ഞ 3 ബസ് സ്റ്റാൻഡുകളും കാണാൻ അതിമനോഹരമാണ്. വേറെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് ഇതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. യെസ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ് വന്നിരിക്കുവാണ്. ശരിക്കും ഈ ബസ് കാണുമ്പോൾ പഴയ ഒരു പാട്ടുണ്ടല്ലോ, പ്രഭുദേവയുടെ ഊർവശി ഊർവശി, ആ പാട്ടിൻ്റെ അതേ ഫീലാണ് തോന്നുന്നത്. 9 മണിക്കുള്ള ആ ഒരു ട്രിപ്പ്, അതിന് പോയിട്ട് വന്ന ആൾക്കാരാണ് അതിലിരിക്കുന്നത്. അവരിറങ്ങിയതിന് ശേഷം നമുക്ക് കയറാം. അങ്ങനെ ബസ് നിർത്തിയിരിക്കുവാണ്, ആൾക്കാരിറങ്ങുവാണ്. താഴെ സീറ്റ് കുറവാണ് കേട്ടോ, മുകളിലാണ് സീറ്റ് കൂടുതലായിട്ടും ഉള്ളത്. യെസ്, അങ്ങനെ ഞാനും ബസ്സിനകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെയായിട്ട് ചായ, കോഫി, അതിൻ്റെ എല്ലാം മെഷീൻ കാണുന്നുണ്ട്. അങ്ങനെ ഇതാണ് താഴത്തെ നില. താഴെ കണ്ടില്ലേ, കാലിയാണ്, വലുതായിട്ട് ആരുമില്ല. എല്ലാവരും മുകളിലേക്കാണ് നടന്നു പോകുന്നത്. 2 പേരുണ്ടോ? 2 പേരുണ്ടെന്ന്. എനിക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് ബാക്കിലാണ്. എന്തായാലും നമുക്ക് മുകളിലേക്കൊന്ന് പോയിട്ട് വരാം. മുകളിലത്തെ സീറ്റുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ഇതാ കണ്ടില്ലേ, മുകളിൽ ഗ്ലാസ് എല്ലാമാണ്. സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. യെസ്, അങ്ങനെ നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. ഇതെവിടെയായിട്ട് സ്പീക്കറെല്ലാം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, പാട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പീക്കറും മ്യൂസിക് സിസ്റ്റവും എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുവാണ്. ഇതെവിടെയായിട്ട് ഒരു അന്യ സംസ്ഥാന യൂട്യൂബറെല്ലാം നമ്മുടെ ബസ്സിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ മൂന്നാറിൻ്റെ ശരിക്കും ഒരു വ്യൂ എല്ലാം കാണാം. നോക്കേ, കുറച്ചധികം കെട്ടിടങ്ങളെല്ലാം കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്നിരിക്കുവാണ്. പാട്ടൊക്കെ ഇട്ട് പൊളിക്കും കേട്ടോ. സാധാരണ നമ്മൾ ബസ്സിൽ കാണുന്ന മുകളിലത്തെ ഒരു കമ്പി കാണുന്നില്ല, കണ്ടില്ലേ, മുകളിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു കമ്പി കാണുമല്ലോ, അത് ഈ ബസ്സിലില്ല. ശരിക്കും ഒരു 360 വ്യൂ കണ്ട് യാത്ര ചെയ്യാം. അതാണ് ഈ ബസ്സിൻ്റെ പ്രത്യേകത. ഇത് മലൈക്കള്ളൻ കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പഴയ ഒരു MGRൻ്റെ സിനിമ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലൈക്കള്ളൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഇവിടെയായിട്ട് ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന കടയുണ്ട്. അങ്ങനെ മലൈക്കള്ളൻ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് നിർത്തിയിരിക്കുവാണ്. ആ ഒരു കേവിലേക്ക് ആൾക്കാരെല്ലാം കയറി പോകുന്നുണ്ട്. ഇതിനപ്പുറത്തെ സൈഡായിട്ട് തമിഴ്നാട്ടിലെല്ലാം പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അതിന് സാധിക്കില്ല, വഴിയെല്ലാം അടഞ്ഞു. എന്തായാലും നമ്മൾ മലൈക്കള്ളൻ കേവിനകത്തേക്ക് നടന്ന് കയറുവാണ്. ഇവിടെ എവിടെ നിന്നുണ്ട്? അങ്ങോട്ട് ഉള്ളിലേക്കുണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ കേവിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നോക്കി വലിയൊരു കൊക്കയാണ്. ഒരുപാട് ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് തേയിലത്തോട്ടമൊന്നുമല്ല, വനമാണ്.
അങ്ങനെ നമ്മൾ മലൈക്കള്ളൻ കേവിൽ നിന്നും തിരികെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് സിഗ്നൽ പോയിന്റ്. സിഗ്നൽ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. യെസ്, അങ്ങനെ നമ്മുടെ ബസ് സിഗ്നൽ പോയിന്റിൽ ഒതുക്കിയിരിക്കുവാണ്. സൈറ്റ് സീയിങ്ങിനായിട്ട് ഒതുക്കിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സിഗ്നൽ പോയിന്റ്. ഒരുപാട് ദൂരെയായിട്ട് തേയിലത്തോട്ടങ്ങൾ, അതിവിശാലമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. വെറുതെ പറയുമല്ല പച്ചക്കമ്പിളി വിരിച്ച പോലെയെന്ന്. ശരിക്കും ഒരു പച്ചക്കമ്പിളി വിരിക്കുക എന്ന് വെച്ചാൽ പരത്തി വിരിക്കുക അല്ല, മെത്തയുടെ മുകളിൽ ചുരുട്ടിക്കൂട്ടി ഇടുമല്ലോ അതേപോലെ. തേയിലത്തോട്ടത്തിലെ ട്രാക്ടറുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടയിലൂടെ വഴികൾ കാണുന്നത് കണ്ടില്ലേ? ഇന്ന് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെ ആരും കാണുന്നില്ലല്ലോ. എല്ലാവർക്കും ലീവാണെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു തോട്ടത്തിൽ തേയില നുള്ളുന്നത് രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കാം. എന്തായാലും ഈ സമയത്തല്ല. ഇപ്പം സമയം ഉച്ചയ്ക്ക് 1:15 എന്തായാലും സിഗ്നൽ പോയിന്റ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യൂ പോയിന്റ് അതിമനോഹരമായിട്ടുണ്ട്. ദൂരെയായിട്ട് കണ്ടില്ലേ, അവിടെ എല്ലാമായിട്ട് തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന വീടുകളെല്ലാമാണ്. അങ്ങനെ ഈ സ്ഥലത്തിനെ സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്നതിനുള്ള കാരണം, പണ്ട് കാലങ്ങളിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ മുകളിൽ നിന്നും തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് ആൾക്കാരെ വിളിക്കാനും ജോലി തുടങ്ങാനും ഒക്കെ പറയാൻ പറ്റും. അത്രയും പൊക്കത്തിലുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഈ സിഗ്നൽ പോയിന്റ്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് സിഗ്നൽ കൊടുക്കുന്നൊരു പോയിൻ്റാണ് സിഗ്നൽ പോയിന്റ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വീണത്. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ട സിഗ്നൽ വ്യൂ പോയിന്റ് പോലത്തെ വേറൊരു സ്ഥലമാണിത്. അങ്ങനെ ഇന്ന സ്ഥലം മാത്രം ഭംഗിയെന്നല്ല, എല്ലാ സ്ഥലവും കാണാൻ നല്ല ഭംഗിയാണ്. നേരത്തെ നമ്മൾ കണ്ട സിഗ്നൽ വ്യൂ പോയിന്റ് പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും കുറച്ചധികം വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട്. ബ്രെഡ് ഓംലേറ്റ് അതേപോലത്തെ കടകളൊക്കെയാണ് വരിവരിയായിട്ടുണ്ട്. ഒരുപാട് ദൂരെയായിട്ട് പച്ചക്കമ്പിളി വിരിച്ചതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പച്ചക്കമ്പിളി വിരിച്ചതുപോലത്തെ തേയിലത്തോട്ടവും അതിനപ്പുറത്തായിട്ട് വലിയ കരിമ്പാറ, വലിയ പാറയാണ്, വലിയൊരു മലയാണ്. സത്യത്തിൽ എത്ര കണ്ടാലും മടുക്കുന്നില്ല കേട്ടോ. ഒരേപോലത്തെ കാഴ്ചയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്. തേയിലത്തോട്ടം തന്നെയാണ് പോകുന്ന വഴിയിലെല്ലാം ഉള്ളത്. പക്ഷേ നോക്കെ എത്ര കണ്ടാലും മടുക്കുന്നില്ല. കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ നമ്മുടെ ബസ് വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോഴും നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഫോട്ടോ പോയിന്റ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ടായിരിക്കാം ഇതിനെ ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നേരത്തെ നമ്മൾ കണ്ട സിഗ്നൽ പോയിന്റിൻ്റെ ഏകദേശം അതേപോലെ തന്നെയുള്ള സ്ഥലമാണിതും. പക്ഷേ രണ്ടും കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കരിമ്പാറ കണ്ടില്ലേ, വലിയ പാറ, അതിന് താഴെയായിട്ടാണ് ഫോട്ടോ പോയിന്റ് വരുന്നത്. ഞാനിങ്ങനെ ഇതിനെ കരിമ്പാറ എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ ഇവിടെ അടുത്തുള്ള ഈ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് കരിമ്പാറയല്ല, ചൊക്രാമുടി എന്ന് പറഞ്ഞൊരു മലയാണിതെന്ന്. അടിമാലി ഭാഗത്ത് നിന്ന് നമ്മൾ വരുമ്പോൾ ഒരു കൂർത്ത മല കാണുമല്ലോ, ആ മലയാണ് ഈ മല, ചൊക്രാമുടി. അങ്ങനെ നമ്മൾ ചൊക്രാമുടിയുടെ താഴെയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഫോട്ടോ പോയിന്റ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ബസ് ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ വലിയൊരു ഹെയർ പിൻ ബെൻഡ് വളയാൻ വേണ്ടി പോവുകയാണ്. സത്യത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും ക്യാമറ വയ്ക്കാം കേട്ടോ, കാര്യം എവിടെയും തടസ്സമില്ല. ഫുൾ 360 വ്യൂ ആയതുകൊണ്ട് മുകളിലൂടെ വേറെ വണ്ടി വരുന്നതെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. മുകളിലത്തെ തേയിലത്തോട്ടവും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനയിറങ്കൽ ഡാമിന് പരിസരത്തൂടെയാണ്. ഇതാണ് രണ്ടാമത്തെ നിലയിൽ നിന്നും ശരിക്കുമുള്ളൊരു വ്യൂ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ താഴെയായിട്ടൊരു ഫാക്ടറി കാണാം, പെരിയ കനാൽ ടീ ഫാക്ടറി. അതിന് മുന്നിലായിട്ട് തേയിലയെല്ലാം എടുക്കാൻ വന്നിരിക്കുന്ന ട്രാക്ടറെല്ലാം കാണാം. പെരിയ കനാൽ ഫാക്ടറി, ഇതാ കണ്ടില്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മൾ പെരിയ കനാൽ ഫാക്ടറി കണ്ടിട്ട് വീണ്ടും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ആനയിറങ്ങൽ ഡാമിൻ്റെ ആ ഒരു പരിസരത്തെത്തിയിരിക്കുവാണ്. ആ ഒരു ഡാമിലെ റിസർവെയർ നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വാർണിംഗ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, ആന ഇറങ്ങുമെന്ന്. യെസ്, അതായത് ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, വ്യൂ പോയിന്റ്. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു വ്യൂ കിട്ടിയത്. കുറച്ചധികം കടകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ട്രാവലറും അങ്ങനത്തെ വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ശരിക്കും വ്യൂ പോയിന്റ് മാത്രമല്ല, ഈ റോഡും നല്ല ഭംഗിയുണ്ട്. വളഞ്ഞു പുളഞ്ഞുള്ള റോഡുണ്ടല്ലോ, അതും കൊള്ളാം.
എന്തായാലും നമ്മുടെ ബസ് ഇവിടെ ഒതുക്കിയിരിക്കുവാണ്. നോക്കേ, ദൂരെയായിട്ട് കാട്ടുതീ. കംപ്ലീറ്റ് വരൾച്ച ആയതുകൊണ്ടേ ചെറുതായിട്ടൊരു തീ പിടിച്ചാൽ മതി, കംപ്ലീറ്റ് കത്തും. ഇനി ഏതൊക്കെ ഡബിൾ ഡെക്കർ ബസ് വന്നെന്ന് പറഞ്ഞാലും ശരി, JCBയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ ആനയിറങ്ങൽ ഡാം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തുനിന്നും വീണ്ടും ബസ്സിൽ കയറി വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ശരിക്കും കുറച്ചും കൂടെ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് ആനയിറങ്ങൽ ഡാം. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്, ഇനി അങ്ങോട്ടേക്കില്ല. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ്. നമ്മളിവിടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നിൽക്കുമ്പോൾ ബസ് പോയി തിരിച്ചിട്ട് വരും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ ആയിട്ട് സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്ന കടകളെല്ലാം ഉണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം എല്ലാ വ്യൂ പോയിൻറ്റിലും ഉണ്ടായിരുന്നു. എല്ലാവരും ഡാമിലേക്ക് നോക്കിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, താഴെയായിട്ട് ആ ഒരു ഡാമിലെ റിസർവോയറിലെ വെള്ളം. ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ ആനയിറങ്ങൽ എന്ന്. ശരിക്കും നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നോക്കിയപ്പോഴേ. ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു തടാകം വരെയും തേയിലയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പുറത്തായിട്ട് വനമാണ്. യെസ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ് തിരികെ വരുവാണ്. കണ്ടില്ലേ, എന്തായാലും ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ ബസ് അവസാനത്തെ സ്റ്റോപ്പായ ആനയിറങ്ങൽ ഡാമിൽ നിന്നും തിരികെ പോകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കാട്ടുതീ എന്ന്? അതേപോലെ ഇവിടെ പല സ്ഥലങ്ങളിലും കാട്ടുതീ പെട്ടിട്ടുണ്ട്. അങ്ങനെ തീയെല്ലാം അണച്ചിട്ട് വരുവാണ്. ഓക്കെ, എല്ലാവരെയും വിസിലടിച്ച് കയറ്റുവാണ്. നമുക്കും അകത്തേക്ക് കയറാം. അങ്ങനെ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിലെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരികെ വന്നിരിക്കുവാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയില്ല, കുറച്ച് സ്ഥലങ്ങളാണ് പോയത്. പക്ഷേ എന്നാലും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാര്യം ആ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലൊക്കെ ഇരുന്നുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. പിന്നെ മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ നേരിട്ട് വന്ന് അനുഭവിക്കണം. കാര്യം ആ ഒരു ക്ലൈമറ്റും വലിയ കൊക്ക പോലത്തെ ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു വ്യൂവും അതെല്ലാം നമ്മൾ നേരിട്ട് വന്ന് നിന്ന് അനുഭവിക്കുമ്പോഴാണ് ആ ഒരു ശരിക്കും നല്ലൊരു ഫീൽ മനസ്സിലാവുന്നത്. അപ്പോഴെന്തായാലും എപ്പോഴെങ്കിലും നിങ്ങൾ മൂന്നാർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് മിസ് ചെയ്യരുത്. ടിക്കറ്റ് റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, താഴെ 200 രൂപയും മുകളിൽ 400 രൂപയായിരുന്നു. അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമെല്ലാം ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പോഴതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കാം. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.